വെള്ളറ്റാക്രമണത്തിനിരയായ വിദ്യാർത്ഥികളുമായി പരാതി നൽകാനെത്തി രാഹുൽ ഗാന്ധി. കേസെടുക്കാത്തതിൽ പ്രതിഷേധം. ഡൽഹി ഡിസിപി ഓഫീസിൽ നാടകീയ രംഗങ്ങൾ. ഇഡിക്കെതിരെ രാഷ്ട്രീയ പ്രതിരോധമുയർത്താൻ സിപിഎം. കോഴിക്കോട്ട് നയവിശദീകരണ യോഗം വിളിച്ചു. മുഹമ്മദ് റിയാസിന് പിന്നാലെ പിണറായിയിലേക്കും അന്വേഷണം എത്തുമെന്ന് വിലയിരുത്തൽ. ഇഡി അപസർപ്പക കഥ പ്രചരിപ്പിക്കുന്നുവെന്ന് ദേശാഭിമാനി. അഭിപ്രായം പറയാനില്ല എന്ന് മുഖ്യമന്ത്രി. മുട്ടിൽ കേസിൽ അഗസ്റ്റിയൻ സഹോദരന്മാർക്ക് വീണ്ടും തിരിച്ചടി. കേസ് ചോറ്റാനിക്കര കോടതിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം തള്ളി. ആദ്യ പ്രതി നേരിട്ട് ഹാജരാകണം. മറ്റുള്ളവർക്ക് വീഡിയോ കോൺഫറൻസ് അനുവദിച്ചു. മിസ നാടകം വീണ്ടും അവതരിപ്പിക്കാൻ ഡിവൈഎഫ്ഐ. തൃശൂരിൽ ഡിവൈഎഫ്ഐ സമാപന സമ്മേളനത്തിൽ വീണ്ടും അവതരിപ്പിക്കും. കഥാപാത്രത്തിന്റെ വസ്ത്രധാരണം വിവാദമാക്കുന്നത് കോൺഗ്രസും ലീഗുമെന്ന് ആരോപണം. അനാവശ്യ വിവാദമെന്ന് മുഖ്യ അഭിനേത്രി ചിന്നു ചിലങ്ക. എം ഗീതാനന്ദൻ ആശ്വാസം. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷാവിധി മരവിപ്പിച്ചു. പ്രതികൾ 46,000 രൂപ കെട്ടിവെക്കണം. അപ്പീലിൽ വിശദമായ വാദം പിന്നീട് നടക്കും. നാടെങ്ങും ഓണാഘോഷത്തിൽ. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾ. സദ്യവട്ടങ്ങൾക്കൊരുങ്ങി ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും. പുന്നമടയുടെ ഓളങ്ങൾക്ക് നാളെ തീ പിടിക്കും. നെഹ്റു ട്രോഫി വള്ളംകളി നാളെ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കപ്പടിക്കാൻ കോട്ടയത്തെ ബോട്ട് ക്ലബ്ബുകൾ. കൊണ്ടോട്ടിയിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന MDMA പിടികൂടി പോലീസ്. പിടിച്ചെടുത്തത് കോളേജിനടുത്ത് പാർക്ക് ചെയ്ത കാറിൽ നിന്ന്. വളാഞ്ചേരിയിലെ വാടക വീട്ടിലും വൻ ലഹരിവേട്ട. വടകര MDMA കേസിൽ പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ്. ലോറിയിൽ നിന്ന് തെറിച്ചു വീണ കമ്പി തുളച്ചു കയറി ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. അപകടം തൃശൂർ കുട്ടനെല്ലൂരിൽ. ഇരുമ്പ് കമ്പികൾ മറിഞ്ഞു വീണത് ലോറി ബ്രേക്കിട്ടപ്പോൾ.